ഭൂരിഭാഗം ആദിവാസി കുടുംബങ്ങളും കർഷക തൊഴിലാളികളാണ്. അതിൽ 15% വരുന്ന ആളുകൾക്ക് മാത്രമാണ് ആദിവാസി മേഖലയിൽ നാമമാത്രമായ കൃഷി സ്ഥലവും ഭൂമിയുള്ളത്. അത് കുറിച്ചരും മുള്ളുക്കുറുമരും. ബാക്കി വരുന്ന പണിയ, കാട്ടുനായ്ക്ക, അടിയ, വെട്ടുകുറുമ വിഭാഗത്തിൽപ്പെട്ട ഈ സമുദായങ്ങൾക്കൊക്കെ തന്നെ സ്വന്തമായി കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള വിഭവങ്ങൾ കണ്ടെത്താനുള്ള ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ വയനാട്ടില് 2000-ന് ശേഷം നടന്ന കർഷകരുടെ 2005-4-5 കാലഘട്ടത്തില് ഭയങ്കരമായിട്ടുള്ള ആത്മഹത്യ നടന്നിട്ടുണ്ട്. കാർഷിക പ്രതിസന്ധി വളരെ രൂക്ഷമായി വയനാട് ജില്ലയിൽ ബാധിച്ചു. ആ വയനാട് ജില്ലയിൽ ഈ കാർഷിക പ്രതിസന്ധി ബാധിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആത്മഹത്യ നടന്നു. ആത്മഹത്യകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ കുടിയേറ്റ മേഖലയിലുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഇവിടെ ജീവിക്കുന്ന കർഷകരുടെ ഇടയിലാണ് ഈ ആത്മഹത്യ. 500ഓളം ആത്മഹത്യ വയനാട് ജില്ലക്കകത്ത് മാത്രം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതലും കൊടകിലേക്ക് ആദിവാസി തൊഴിലാളികള് കർഷകർ അങ്ങോട്ട് കൃഷിക്ക് വേണ്ടി മാറുകയും പിൽക്കാലത്ത് അവരുമായി ബന്ധപ്പെട്ട തൊഴിൽപരമായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരം ഒരു മേഖലയിലേക്ക് കടന്നു പോകുകയും അവരോടൊപ്പം തന്നെ നിത്യജീവിതത്തിന് മറ്റുള്ള മാർഗങ്ങൾ ഇല്ലാത്ത കൊണ്ടും ഈ മുമ്പ് പറഞ്ഞ പോലെ ഭൂമി ഇല്ലാത്തതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടും തന്നെ ഈ ആളുകളൊക്കെ തന്നെ കർണാടകയിലേക്ക് കൃഷിക്ക് പോകുന്ന ഈ കർഷക തൊഴിലാളികള് മറ്റുള്ള മുതലാളിമാരുടെ കൂടെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ 2005-ലാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു കേസ് ഒരു ഊരില് നൂൽപ്പുഴ പഞ്ചായത്തില് കല്ലൂര് മന്മഥൻ പാളി എന്ന് പറയുന്ന ഊരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഒരു കോരു എന്ന് പറയുന്ന ഒരു ആദിവാസി സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. അതും ഒരു മാസം പിന്നിട്ടിട്ടാണ്. അപ്പൊ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതരത്തിലുള്ള അന്വേഷണങ്ങളും പല ഊരുകളും നമ്മൾ സംസാരിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കൂടുതൽ ആളുകളെ കാണാതായതും മരണപ്പെട്ടതും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അടിമപ്പണി എടുക്കുന്നതും ആയ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വാർത്തകളാണ്, വിവരങ്ങളാണ് നമ്മുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ അങ്ങനെ വരുന്ന ഈ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തില് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ഊര് തലങ്ങളില് ഇത്തരം വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജ്ലാൽ മാഷ് പറഞ്ഞ ഈ 125 ആളുകളുടെ അകാരണമായ മരണങ്ങളും ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങളൊക്കെ തന്നെ. അതിന്റെ കണക്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിജ്ലാൽ സാർ ആർട്ടിക്കിൾ എഴുതുന്ന സമയത്തൊക്കെ കൃത്യമായി അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ മരണങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ രാത്രി കാലങ്ങളിൽ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരിക, അത് രാത്രിക്ക് തന്നെ മറവ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടുത്തെ ഭരണകൂടവും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഈ പറയുന്ന ഇഞ്ചി കർഷകരായിട്ടുള്ള കുടിയേറ്റക്കാർക്ക് ഭയങ്കരമായ രീതിയിൽ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. രാത്രിക്ക് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ ഇഞ്ചി കൊണ്ടുവരുന്ന കൊച്ചിയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ജില്ലകളൊക്കെ ഇഞ്ചി കയറ്റി കൊണ്ടുവന്ന ലോറിയിലും ടെമ്പോയ്ക്കകത്തും ജീപ്പിനകത്തൊക്കെ ഇഞ്ചി മേലെ ഇട്ടിട്ട് അടിയിൽ ബോഡി വെച്ച് മൂടിക്കൊണ്ടുവന്ന ഒരുപാട് ബോഡിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ഈ ഏജൻസിയുടെ അന്വേഷണം വരുന്നത് എന്ന് പറയുന്നത് 2012-ലാണ്. അപ്പൊ അതിനു മുമ്പ് ഈ ആദിവാസികളുടെ മരണം ഈ 125 എന്ന് പറയുന്ന ഈ മരണം നടന്ന ആ സമയത്ത് നമ്മൾ ഇത് പലതരത്തിലുള്ള ഇടപെടലുകളും സമരമാർഗങ്ങളൊക്കെ വയനാട് ജില്ലയില് ഞാൻ ഉൾപ്പെടുന്ന മറ്റുള്ള ആദിവാസി സംഘടനകളൊക്കെ ഇവിടെ ഭരണകൂടത്തിന് മുമ്പിലും നിയമസഭാ സമിതിയുടെ മുമ്പിൽ STC കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഈ പരാതികളും ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ കൊടുക്കുന്ന പരാതികൾ ഇതായിരുന്നു: ഈ കൊണ്ടുപോകുന്ന മുതലാളിമാർ ആരാന്നുള്ളത് ഊരിലുള്ള ആളുകൾക്ക് അറിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, തൊഴിലിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ സുരക്ഷിതം എന്ന് പറയുന്ന താമസ സൗകര്യം, ഭക്ഷണം, ടോയ്ലറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് അവിടെ സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ അവരുടെ ഈ തൊഴിലിനെ കുറച്ചും കൂടി പിന്നെ എന്താ പറയാ കൂടുതൽ ആരോഗ്യപരമായി അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മദ്യമാണ് 7 മണി മുതൽ അവർക്ക് കൊടുക്കുന്നത്. ആദ്യത്തെ ഘട്ടം രാവിലെ 7 മണിക്ക് മദ്യം കൊടുക്കുന്നു. അത് 4ഉം 5ഉം പ്രാവശ്യം അവരെ മദ്യം ഒരു ദിവസം കുടിപ്പിക്കുന്നു. ഇവിടുന്ന് പറയുന്ന കൂലിയല്ല അവിടെ ചെല്ലുമ്പോൾ കൊടുക്കും. 150 രൂപ കൂലി ഉണ്ടായിരുന്നപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 100 രൂപ കൊടുക്കും. ആ 100 രൂപ മുഴുവനും 90 രൂപ മദ്യത്തിന് പിടിക്കും. ബാക്കി വരുന്ന 10 രൂപ
അവസാനം അവിടെ അടിമത്തൊഴിൽ വരെ ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം. കാരണം മദ്യം കഴിച്ച ഈ കണക്ക് പ്രകാരം നോക്കുമ്പോൾ മദ്യത്തിന് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതി വരുമ്പോൾ ആദിവാസികൾ അവിടെ ബന്ദിയാക്കി വെച്ച് വർഷങ്ങളോളം തടഞ്ഞു വെച്ച് പണിയെടുപ്പിച്ച ചെട്ടിയാലത്തൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ചന്ദ്രന്റെ കുടുംബം 4 പേര് അവരവിടെ അങ്ങനെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 വർഷം കഴിഞ്ഞിട്ടും വരാതിരുന്നിട്ട് അവരെ മരണാന്തര ചടങ്ങ് വരെ ഊരിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം പുറത്തേക്ക് വരുന്ന സമയത്താണ് അവർ ഈ നാട്ടിലേക്ക് ആരൊക്കെ മുഖാന്തരം അവർ തിരിച്ചെത്തിയത്. അപ്പൊ ഇതില് ഈ 2008 ഒക്ടോബർ മാസം 18-ന് വയനാട് ജില്ലാ കളക്ടർ ഞങ്ങളടക്കം ഉണ്ടാവുന്ന ഒരു ചേംബറിൽ വെച്ചിട്ടാണ് ഒരു ഉത്തരവ് ഇറക്കിയത്. അതായത് ആദിവാസി തൊഴിലാളികളെ കർണാടകയിലേക്ക് തൊഴിലിന് വേണ്ടി കൊണ്ടുപോകുന്ന ആളുകളെ ഈ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഊരുമൂപ്പൻ, ST പ്രൊമോട്ടർ എന്ന ആളുകളുടെ ഇടയിൽ ഒരു രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ലേബർ ഓഫീസിൽ സെക്യൂരിറ്റി അടിച്ചുകൊണ്ട് അവരുടെ വിവരങ്ങൾ, എത്ര ദിവസത്തിന് പണിക്കൊണ്ട്, ഏത് സ്ഥലമാണ്, തൊഴിലുടമയുടെ പേര്, അവരുടെ മറ്റു വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശം വരികയും അത് ഒരു നിർദ്ദേശം മാത്രമായിരുന്നു, അതൊരു സർക്കുലർ ഇറക്കി. ആ സർക്കുലർ ഇറക്കിയപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അതിനൊരു ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങളൊക്കെ ഇടപെടുന്ന സമയത്തൊക്കെ തന്നെ പല ഊരുകളിലും ഞങ്ങൾ പോകും ഈ സർക്കുലറിനെ കുറിച്ച് പറയുകയും തൊഴിലാളികൾ നിങ്ങൾ സ്വന്തമായി പോകരുത്, ഇതിന് രജിസ്ട്രേഷൻ ഉണ്ട്, തൊഴിൽപരമായിട്ട് ആളുകൾ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ നിയമങ്ങളുണ്ട്, അത് ഒരാൾക്ക് തൊഴിൽ സ്ഥലത്ത് അപകടം സംഭവിക്കുമ്പോൾ തൊഴിലുടമയിൽ നിന്ന് കിട്ടേണ്ട അല്ലെങ്കിൽ തൊഴിൽ നിയമപ്രകാരം കിട്ടേണ്ട അവകാശങ്ങൾ ഇന്നതാന്നുള്ളതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട അടിസ്ഥാനത്തില് പലരും ആ രീതിയിൽ പോകേണ്ട ഒരു അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഈ ലേബർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാത്തതാണ് ഏറ്റവും കൂടുതലും ഉണ്ടായിട്ടുള്ള കേസുകൾ. ലേബർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാറില്ല. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു 18 പേരെ നേരിട്ട് ഞാനും SMS-ലെ DYSPയും കൂടി പിന്നെ ഇടപെട്ട ഒരു കേസ് 18 പേരെ കയ്യോടെ പിടികൂടി ബത്തേരി ഗാരേജിൽ നിന്ന് ഞാൻ പിന്നെ ബത്തേരി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് നേരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് തടയാൻ പറ്റി. അന്ന് ആളുകളെ കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അത് കൽപ്പറ്റ ലേബറേഴ്സിൽ പോയിട്ട് പൈസ അടിക്കേണ്ട സ്ഥിതിയൊക്കെ വന്നു. ഒരാൾക്ക് 1000 രൂപ വെച്ച് സെക്യൂരിറ്റി അടിക്കേണ്ട ഒരു സ്ഥിതിയൊക്കെ വന്നപ്പോൾ ഇയാളെ തൊഴിലുടമകളെ ഒഴിവാക്കി, പൈസ അടിച്ചത് കൊണ്ട് അയാൾക്ക് അങ്ങനെ ആളുകൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പക്ഷെ ഇതില് കൃത്യമായ ഒരു സ്ഥലം എവിടെയാണ് പണിക്ക് പോകുന്നത്, രാവിലെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു രാത്രി കഴിഞ്ഞ് പിറ്റത്തെ രാത്രിയിലൊക്കെ ആയിരിക്കും തൊഴിൽ സ്ഥലത്തെത്തുക. അതും ഏറ്റവും റൂറൽ ആയിട്ടുള്ള ഏരിയ. അത് കർണാടകയില് ഇങ്ങനെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഇങ്ങനെ പാട്ടത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പാട്ടത്തിന് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ പല ആളുകളും ഈ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഈ ഏജൻസികളായിട്ട്. ഈ ഏജൻസി മുഖാന്തരമാണ് ഈ മലയാളികൾ അവിടെ തൊഴിലാളികളെ കൊണ്ട് എത്തിക്കുന്നത്. ഈ എത്തിക്കുന്ന സ്ഥലം കൃത്യമായിട്ട് ഈ രാത്രിയിൽ പോകുന്നു, രാവിലെ അവിടെ എത്തുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസം അവിടെ എത്തുന്നു, ഏത് സ്ഥലത്താണ് ഇവർ പോയി എത്തിപ്പെട്ടെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. ഇന്നും അങ്ങനെ അറിയുന്നില്ല. പക്ഷെ ഇവര് പറയും കർണാടകയിലാണ് ഞാൻ തൊഴിൽ ചെയ്യുന്നത്. പക്ഷെ ആ കർണാടകയിൽ എവിടെയാണ്, ഏത് ജില്ലയിലാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ ഫോൺ വിളിക്കാൻ, ബന്ധപ്പെടാനൊന്നും കഴിയുന്നില്ല. അങ്ങനത്തെ പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ മരണങ്ങൾ എന്ന് പറഞ്ഞത് ഈ 125 മരണങ്ങള് ആ കാലങ്ങളിൽ നടക്കുകയും 2024 തന്നെ ഒരു 7ഓളം മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒന്ന് പിന്നെ ബിനീഷ് എന്ന് പറയുന്ന ഈ ആദിവാസി പയ്യൻ ഇവിടെ വാവലിലുള്ള, അതൊക്കെ വളരെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. ഈ ബിനീഷ് അവിടെ തൊഴിലിന് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സ്ഥലത്ത് അവിടെ തൊഴിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തൊഴിലില്ല, വനാന്തരങ്ങളാണ് താമസിക്കുന്നത്, ഭയങ്കരമായിട്ടുള്ള പണിയില്ലായ്മ, തൊഴിലില്ലായ്മ വലിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു ഏജന്റ് മുഖാന്തരം അവിടെയുള്ള ഒരു ബാലൻ പറഞ്ഞ ആൾ മുഖാന്തരം അവിടെ ചെല്ലുന്ന ആദ്യഘട്ടം തന്നെ പണിയെടുത്ത ഒരു ആളായിട്ട് തർക്കമുണ്ടായിരുന്നു. അവിടുത്തെ ഒരു കൊടകനായിട്ടുള്ള ഒരു വലിയൊരു മുതലാളിയായിട്ടുള്ള ഒരു കൂലിത്തർക്കത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഏജന്റ്, ഈ ബാലൻ പറഞ്ഞ ആള് കൊണ്ടുപോയി എത്തിക്കുന്നത് തന്നെ ഈ പറയുന്ന മുൻപ് പണിയെടുത്തിട്ടുള്ള ഈ കൊടകന്റെ കീഴിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനുള്ള ഒരു ശ്രമം, അവിടുന്നുള്ള ഈ അയാളുടെ സമ്മർദ്ദവും അയാളിൽ നിന്ന് കാശും വാങ്ങിയിട്ടാണ് ഈ ബാലൻ ഈ ബിനീഷിനെ കൊണ്ട് എത്തിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു 2 ദിവസം മാത്രമാണ് അവിടെ തൊഴിൽ ചെയ്തിട്ടുള്ളത്. പിറ്റേ ദിവസം ഇങ്ങനെ രാവിലെ ടോയ്ലറ്റിലേക്ക് പോയ ആള് ഒരു തോട്ടില് മരിച്ചു കിടക്കുന്നു. അത് വൈകുന്നേരമായപ്പോഴാണ് കാണുന്നത്. പക്ഷെ അതിനകത്ത് ഈ നാട്ടുകാരാണ് ഈ ബോഡി, സാധാരണഗതിയിൽ അങ്ങനെ ഒരു ദുരൂഹമരണമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ അതൊന്നും ചെയ്യാതെ, ആ വീഡിയോ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യാതെ നാട്ടുകാരാണ്, അവിടെയുള്ള പരിസരത്ത് ഉള്ള ആളുകളാണ്
ആ ബോഡി എടുക്കുന്നത്. പോലീസ് നോക്കി നിൽക്കാണ്. അതിനകത്ത് അയാൾ ഒരുപാട് പരിക്കുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇന്ന് വരെ അതിനകത്ത് ഒരു കേസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു അന്വേഷണം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് വേണം പറയാന്. അപ്പോൾ അതിനുശേഷം അതിനു മുമ്പുണ്ടായിരുന്ന ശ്രീധരൻ, പിന്നെ ഒരു മനോജ് എന്ന് പറയുന്ന ഒരു പയ്യൻ, പിന്നെ ബാബു, പിന്നെ ഷൈല, ഏറ്റവും ഒടുവിൽ മരണപ്പെട്ട ഷൈല. അതിനുശേഷമാണ് ഈ ഇടയ്ക്ക് രണ്ടുപേര് മരിച്ചത് 2025. അപ്പൊ ഇതിനകത്ത് ഒന്ന്, കൃത്യമായ ഒരു വിവരങ്ങൾ വീട്ടുകാർ പറഞ്ഞിട്ട് പോലും, പരാതിപ്പെട്ടിട്ട് പോലും ഭരണകൂടത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് ഈ ഒരു അനീതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യാവകാശ ദംശനം നടക്കുമ്പോൾ അതിനൊരു നിയമപരമായിട്ടുള്ള കർഷകരുടെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ കർഷകർക്ക് നേരെ ഉള്ള ഒരു ആക്ഷൻ എടുക്കാനോ ഇവിടെ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ഈ പറയുന്ന ഈ ആദിവാസി സമൂഹത്തിന്റെ ഇടയില് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ കൃത്യമായി അറിവുള്ള ആളുകളൊന്നും അല്ല ഇവര്. അപ്പൊ എവിടെയെങ്കിലും നമ്മളൊക്കെ അറിഞ്ഞ് അവിടെ ചെന്നപ്പെടുമ്പോഴായിരിക്കും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ മുന്നോട്ട് വരിക. അപ്പോ ഇതിനകത്ത് ഏറ്റവും കൂടുതലും വെള്ളത്തിൽ മുങ്ങി മരണമാണ് നടന്നിട്ടുള്ളത്. വയനാടിനെ സംബന്ധിച്ച് ഇവിടെ കുളങ്ങളുണ്ട്, കർഷകരുടെ ഇടയിൽ ഒരുപാട് തോടും അതുപോലെ തന്നെ 3 ഡാമുകളുള്ള വയനാട് ജില്ലക്കകത്ത് ഒരു ആദിവാസി തൊഴിലിന് പോയിട്ട് അങ്ങനെ വെള്ളത്തിൽ മുങ്ങി അല്ലെങ്കിൽ അവിടെ വീണു മരിച്ചോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു സംഭവം ഇതിന് വയനാട് ജില്ലക്കകത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ആത്മഹത്യകളൊക്കെ മറ്റുള്ള രീതിയിലൊക്കെ നടക്കാറുണ്ട്. പക്ഷെ തൊഴിൽ സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങള് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ കർണാടകയിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും അന്വേഷിക്കുന്നതും ഒക്കെ ഇത് തന്നെയാണ്. അപ്പൊ ഇതില് കൂലിത്തർക്കത്തിന്റെ പ്രശ്നമുണ്ട്. മദ്യം അമിതമായി കൊടുത്ത് അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള രാസവസ്തുക്കൾ, ഏറ്റവും കൂടുതലും ഈ രാസവളങ്ങളെല്ലാം തന്നെ യാതൊരു സുരക്ഷിതമില്ലാതെ അവരെ തൊഴിലെടുപ്പിക്കുന്നു. അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പിന്നെ കൂടുതൽ അവരുടെ ആരോഗ്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു, മരണപ്പെട്ടു പോകുന്നു. ഒരു ഊരിൽ തന്നെ 4 തേർവയൽ എന്ന് പറഞ്ഞ ഒരു ഊരിൽ തന്നെ 4 ആദിവാസികളാണ് അവിടെ പണിയെടുത്ത് വന്നിട്ട് കോളറ ബാധിച്ച് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതില് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് പിന്നെ ഗവൺമെന്റ് നമ്മുടെ പട്ടികവർഗ വകുപ്പ് മന്ത്രി അടക്കം കർണാടകയിൽ തൊഴിലിന് പോകുന്ന ആളുകളൊക്കെ തന്നെ കേസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ആക്ഷൻ എടുക്കും എന്ന് പറയുന്നത്. പക്ഷെ ഒരു ആക്ഷനും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇത് പേരിന് മാത്രം പുറത്തു വന്നിട്ട് എന്തോ ഈ വിഷയങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് മന്ത്രി ഇങ്ങനെ പ്രഖ്യാപിച്ചത്. പക്ഷെ ഒരു കേസ് പോലും ഇന്ന് വരെ വയനാട് ജില്ലക്കകത്ത് കർഷകരുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ആത്മഹത്യകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ദുരൂഹ സാഹചര്യത്തിലെ മരണങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താൻ പിന്നെ ഒരു ഗവൺമെന്റോ ഇവിടെ തയ്യാറായിട്ടില്ല. ഇതില് ഏറ്റവും കൂടുതലും ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. 50 വയസ്സിന് താഴേക്കുള്ള ആളുകളാണ് ഈ ഒരു മരണത്തിനൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെ. അപ്പൊ ഇതില് വേറൊരു സംഗതി എന്ന് പറയുന്നത് പിന്നെ ഈ 2012 അന്വേഷണ സമിതിയിൽ ഒക്കെ ഞാൻ ഉണ്ടായിരുന്നെങ്കിലും ആ അന്വേഷണ സമിതിയുടെ അകത്ത് അന്വേഷണങ്ങളെല്ലാം കൃത്യമായിട്ട് 22ഓളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളാണ് ഈ അന്വേഷണ സമിതിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ സാമൂഹിക പ്രവർത്തകര്, മനുഷ്യാവകാശ പ്രവർത്തകർ പോലുള്ള ആളുകളൊക്കെ തന്നെ ഞാൻ അടങ്ങുന്ന ഈ ടീമിനകത്ത് പത്രമാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് പിന്നീട് വെളിച്ചം കണ്ടില്ല എന്നുള്ളതാണ്. ഭരണകൂടത്തിന്റെ കയ്യില് പോയ ഈ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കി പിന്നെ ഉദ്യോഗസ്ഥർ കൊടുത്തതിന് ശേഷം ഇതിനൊരു ഫോളോഅപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പിന്നെ നമ്മളെ വേദനിപ്പിച്ച ഒരു കാര്യം. ഈ കുടുംബങ്ങൾക്ക് യാതൊരു നഷ്ടപരിഹാരം ഇന്ന് വരെ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കുടുംബത്തിന് വിധവകളായിട്ടുള്ള സ്ത്രീകള് ഭർത്താവ് ഉണ്ടായിട്ട് ഭർത്താവ് അവിടുന്ന് മരണപ്പെടുന്നു. ആ മരണപ്പെട്ട ആളുകളുടെ മരണ സർട്ടിഫിക്കറ്റ് ഈ നാട്ടില് രജിസ്ട്രേഷൻ നടത്തി കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് കൂടുതലും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ പറയുന്നത് ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് കർണാടകയിലാണ് മരിച്ചതെങ്കിൽ കർണാടകയിലാണ് പരാതി കൊടുക്കേണ്ടത്, നിങ്ങൾ അവിടെ പോയി കൊടുക്കൂ, അവിടെ പോയിട്ട് മരണ സർട്ടിഫിക്കറ്റ് മേടിക്കൂ. അതേപോലെ കർണാടകയിൽ നമ്മൾ ചെന്നിട്ട് പരാതിപ്പെട്ടപ്പോൾ അവിടുത്തെ കർണാടക പോലീസും അവിടുത്തെ മറ്റുള്ള ആളുകളൊക്കെ പറയുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളാണ്, കർണാടകയിൽ തൊഴിലിന് വന്ന് മരിച്ചോണ്ട് കേരളത്തിലെ രേഖകൾ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് തരാൻ സാധ്യമല്ല, നിങ്ങൾ കേരളത്തിലേക്ക് പോകും. അങ്ങോട്ടിങ്ങോട്ടും ഈ പറയുന്ന ഇരകളാകപ്പെട്ട ആളുകളെ കുടുംബങ്ങളെയും ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതിന്റെ ഒരു ഇടപെടലിന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്കും അവരെ സഹായിക്കാൻ പോകുന്ന ആളുകൾ വരെ അങ്ങോട്ടിങ്ങോട്ടും തേരാപ്പാരം തട്ടി ഓടിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഇപ്പോഴും മറികടക്കാൻ സാധിച്ചിട്ടില്ല. ഇതിന് ഇപ്പോഴും
ഈ കേസുകളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ അടുത്ത കാലത്ത് നടന്ന ഞാൻ പറഞ്ഞ 7 കേസുകൾ പോലും നീതി വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരാളുടെ കേസിൽ പോലും ഒരു തെളിവുകൾ അല്ലെങ്കിൽ അവർ പരാതി ഉന്നയിച്ച കേസിൽ പോലും കൃത്യമായ അന്വേഷണം നടത്താൻ പോലീസ് അതിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികളാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവര് മദ്യപിച്ച് മരിച്ചതാണ്, മദ്യപിച്ച് അവര് വീണ് മരിച്ചതാണ്. 2 വരിയില് റിപ്പോർട്ട് എഴുതി കേസ് അവസാനിപ്പിക്കുന്ന ഒരു പ്രവണത പോലീസിന്റെ ഭാഗത്ത് അന്നും ഇന്നും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതില് ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തില് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ തന്നെ സമീപകാലത്തൊക്കെ തന്നെ ഉള്ള വന്യജീവി ആക്രമണം ഉണ്ടായപ്പോൾ ആദിവാസികൾക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം അത് ഒരു കർഷകന്റെ വീട്ടിലൊരു കന്നുകാലിയോ ഒരു ആടിനെയോ മറ്റുള്ള എന്തെങ്കിലും മൃഗങ്ങളെ പുലി ആക്രമിച്ച് അല്ലെങ്കിൽ ആന ചവിട്ടി എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജില്ലാ കളക്ടറും മന്ത്രിമാരടക്കം അവരുടെ വീടുകൾ ചെക്ക് കൊണ്ടുപോയിട്ട് എത്തിച്ചു കൊടുത്ത് നഷ്ടപരിഹാരം കൈകളിൽ ഏൽപ്പിക്കുന്നു. ബാക്കി വരുന്ന തുക അവരുടെ അക്കൗണ്ടിലേക്ക് ഘട്ടം ഘട്ടമായി ഇടുന്നു. ആ വീട്ടില് ഒരാൾക്ക് ജോലി കൊടുക്കുന്നു, ആ കുടുംബങ്ങളിലെ പിന്നെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്ന മക്കളുടെ ഇതൊക്കെ ചെയ്തു വരുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷെ നോക്കണം, ആദിവാസികളുടെ ഇടയിൽ വന്യജീവി ആക്രമണം ഉണ്ടായാലും കൊടകിലേക്ക് പോയിട്ട് മരണം നടന്നാലും ഒരു നഷ്ടപരിഹാരം ഇല്ല. ഇവിടെ വന്യജീവി ആക്രമണം നടക്കുന്ന സമയത്തൊക്കെ ജാതിയുടെ മെരിറ്റ് നോക്കിയിട്ടാണ് ഇവിടെ നഷ്ടപരിഹാരം കൊടുത്തത്. ആദിവാസിക്ക് ഏറ്റവും വലിയ തുക കൊടുത്തത് 2 ലക്ഷമാണ്. ആ 2 ലക്ഷം അല്ലാതെ വേറെ ഒരു പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് നമ്മള് ഈ സാമൂഹ്യ മേഖല നിൽക്കുന്ന ആളുകളൊക്കെ ഇടപെടൽ വന്നതോടുകൂടിയാണ് ഇതിനൊക്കെ ഒരു മാറ്റം വന്ന് ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിടയിലൊക്കെ ഈ മരണപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് നിലമ്പൂര് മരിച്ച ഒരാളുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക്, ഒരു 6 മാസത്തിനിടയിൽ സംഭവിച്ച മരണമാണ്. ഒന്ന് പിന്നെ വയനാട്ടില്. ഇവർക്കൊക്കെ പിന്നെ ഈ കൊടുത്തിരിക്കുന്ന 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നത് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പിന്നെ പ്രക്ഷോഭങ്ങളുടെ ഒക്കെ ഒരു രീതിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ഈ ഒരു കാര്യം ഗവൺമെന്റ് ഏറ്റെടുത്തത്. അപ്പൊ ശരിക്കും ഇത്തരം ഗുരുതരമായ വീഴ്ചകള് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുമ്പോൾ ഒരു ഭാഗത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങളും സമ്മർദ്ദങ്ങളിലൂടെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ വഴിമുട്ടി പോകുന്ന ഒരു അവസ്ഥ ഇതില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സർക്കാർ ഒരു ഏജൻസി ആയിട്ട് ഇതിനൊരു അന്വേഷണ സമിതി ഉണ്ടാക്കിയപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി ജിഞ്ചർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വയനാട് ജില്ലക്കകത്ത് ഇഞ്ചി കർഷകര് വലിയ പിന്നെ മുതലാളിമാര് അവര് രൂപപ്പെടുത്തിക്കൊണ്ടത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിനകത്ത് കർഷകർക്കിടയിൽ നടത്തിയ ഇത്തരം സംഭവങ്ങളൊക്കെ ഇത് ഇവിടുത്തെ ഭരണകൂടത്തിന് ശരിക്കും അറിയാം. ഇത് അറിയാണ്ടൊന്നല്ല, ഇത് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടൊന്നല്ല. പക്ഷെ ഇതിനകത്ത് വേറൊരു സംഗതി എന്ന് പറയുന്നത് പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റ് വെറും നോക്കുകുത്തിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇന്നും കൊടക് മരണങ്ങൾ എത്ര നടന്നു എന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് ഒരു റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിപ്പോർട്ട് അവരുടെ കൈകളിൽ ഇല്ല എന്നുള്ളതാണ് പറയാൻ നമുക്ക് പറ്റുക. അവരുടെ കയ്യില് വളരെ ചുരുങ്ങിയ ആളുകളുടെ ഒരു ലിസ്റ്റ് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. പലതും ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരുടെ രജിസ്ട്രേഷനിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രേഖ അവരുടെ കൈകളിലില്ല. അപ്പൊ എനിക്ക് ഈ ഒരു സെമിനാറിൽ എനിക്ക് പറയാനുള്ളത്, നമുക്കിതിന്റെ നഷ്ടപരിഹാരങ്ങളും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങള് ആദിവാസികൾ എന്ന ഈ പറയുന്ന ഏറ്റവും പിന്നോക്കാവസ്ഥയിലും ദുരിതം അനുഭവിച്ച് ഭൂമിയില്ലായ്മയും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും എല്ലാ തരത്തിലും സാമൂഹികമായിട്ടും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗം തന്നെയാണ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സമുദായങ്ങളൊക്കെ തന്നെ. അപ്പൊ അവരുടെ ഇടയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിനൊക്കെ വർഷങ്ങളെടുത്ത സമയം 2004 മുതൽ ഇതിന് നമ്മൾ ഇടപെട്ടപ്പോഴാണ് ഇപ്പോഴെങ്കിലും ഇത് പല സ്ഥലങ്ങളിലും MG യൂണിവേഴ്സിറ്റി പോലുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ ഇത് അവരുടെ പഠനത്തിന്റെ ഭാഗമായി അന്വേഷണം നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് ചില എഴുത്തുകൾ വരുന്നു, ആർട്ടിക്കിളുകൾ വരുന്നു ഒക്കെ തന്നെ ഈ അടുത്ത കാലത്താണ്. ഇത് ഒരു തലത്തിലും മറ്റുള്ള ആളുകളൊക്കെ ഇത് ഏറ്റെടുത്ത ഒരു ചർച്ച വിഷയം ആയ ഒരു കാര്യമല്ല. അപ്പൊ ശരിക്കും ഈ ഒരു സമൂഹത്തിന് സംരക്ഷിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിലുള്ള ഗ്യാപ്പുകള് അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഇതിന്റെ ഒരു നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ആർട്ടിക്കിളൊക്കെ വെച്ചുകൊണ്ട് അതിനൊരു സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നിയമനിർമ്മാണ മേഖലയിൽ കർണാടക ഗവൺമെന്റും കേരള ഗവൺമെന്റും ഇടപെട്ടുകൊണ്ടുള്ള ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്
വലിയൊരു അനിവാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ കാര്യം. ഇപ്പൊ എന്തായാലും അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, ഇവിടെ ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ഈ സംസ്ഥാനത്ത് അവർക്ക് എല്ലാ സംഗതികളും സർക്കാർ ഇവിടെ നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് ആധാർ കാർഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവരുടെ രേഖകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, എത്ര തൊഴിലാളികളാണെന്നുള്ളത് കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, അവർക്ക് വേണ്ട മറ്റുള്ള സ്കീംസുകൾ, ഇൻഷുർ അടക്കം ഇവിടെ അത്രയും ഇൻഷുർ കവറേജുകളെല്ലാം ഇവിടെ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഈ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന മലയാളികളായിട്ടുള്ള ആദിവാസി സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ ആദിവാസി തൊഴിലാളികൾക്ക് വേണ്ടി ഇതൊന്നും ഒരു കാലത്തും ഇവിടെ നടന്നിട്ടില്ല. അപ്പൊ ഈ ഒരു രജിസ്ട്രേഷനും അതുപോലെ തന്നെ നഷ്ടപരിഹാരം, പിന്നെ നിയമപരമായിട്ടുള്ള ഈ നീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, പിന്നെ കുടുംബത്തില് വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളുണ്ടാവും, അവരുടെ വിദ്യാഭ്യാസം സർക്കാർ തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു 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 അന്വേഷണം കൂടി ഇനി നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പറയുമ്പോഴും ആളുകൾ അതിന് വളരെ സജ്ജമായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഇവരുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരും സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവരും ഈ പണിക്കൊക്കെ പോയിട്ട് അവര് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങളൊക്കെ കാണുന്നത് ഈ കൊണ്ടുവരുന്ന ബോഡിയാണ്. എനിക്ക് ഏറ്റവും വേദനിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൊടുകു മരണത്തില് നമ്മുടെ നൂൽപ്പുഴ പഞ്ചായത്തിൽ തന്നെ 7-ാം വാർഡില് പുലിത്തൂക്കി എന്ന് പറയുന്ന ഊരില് ഒരു മണി എന്ന് പറയുന്ന ആദിവാസി പയ്യൻ കർണാടകയിൽ പണിക്ക് പോയി. അവിടുത്തെ ആ പണി നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊടകന്റെ ആണ്. നേരത്തെ പറഞ്ഞ പാട്ടത്തിനടുത്തത് വയനാട്ടിൽ ആ ഇവൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള ചെട്ടി സമുദായത്തിൽപ്പെട്ട ഒരാൾ അവിടെ കൃഷിക്ക് വേണ്ടി 5 ഏക്കർ ഭൂമി എടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു കാവൽക്കാരൻ, ഇഞ്ചി പാട്ടത്തിനടുത്ത സ്ഥലത്ത് കാവൽക്കാരനായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ തൊഴിലുടമ ഈ മുതലാളി അവർക്ക് വേണ്ട സമയത്ത് ഭക്ഷണസാധനം എത്തിച്ചു കൊടുക്കാതിരിക്കുകയും അവര് പട്ടിണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ കഴിഞ്ഞ വർഷം നട്ട ഇഞ്ചിന്ന് അവര് പറിച്ചുപോയ പുറമ്പോക്കിൽ നിന്ന് ഈ പഴയ ഇഞ്ചി മഴക്കാലത്ത് ശേഖരിച്ചു. ഇദ്ദേഹം ഒരു 15 കിലോ ഇഞ്ചി ഈ മണി വിറ്റിട്ടുണ്ടായിരുന്നു. മണി അത് വിൽക്കുകയും അതിൽ നിന്ന് കിട്ടിയ പൈസ ഭക്ഷണ സാധനങ്ങൾ മേടിക്കുകയും അയാൾക്ക് അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ അവിടെ ആ ഒരു ക്രമീകരണം അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടകൻ അവിടുന്ന് വിളിച്ച് ഇവരോട് പറഞ്ഞു, നിന്റെ ഇഞ്ചി ഇവിടുന്ന് കട്ടെടുത്ത് പോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ്. ആ പോകുന്ന സമയത്ത് ഇവൻ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചെട്ടിയും കൊടകനും അവിടെ എത്തുന്നത്. ഒരു വൈക്കോൽ പുല്ല് ഇട്ട ഒരു ചെറിയൊരു ഷെഡായിരുന്നു. ആ ഷെഡിനകത്ത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തക്കാളിയും ഉള്ളിയും ചീനച്ചട്ടിക്കകത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ അവിടെ ചെല്ലുന്നത്. അയാളവിടെ പച്ചയ്ക്ക് കത്തിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ചീനച്ചട്ടിക്കകത്ത് ഇയാള് മറിഞ്ഞു വീഴുകയും ആ എണ്ണയില് അദ്ദേഹത്തിന്റെ പുറം ഭാഗം, ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളൊക്കെ തന്നെ നന്നായിട്ട് പൊള്ളലേറ്റു. അവിടുന്ന് തന്നെ ഈ വൈക്കോലിൽ തീപിടിച്ച് കത്തി അവിടുന്ന് അമർന്നു പോയി. പിറ്റേ ദിവസം അവിടെ ബോഡി എടുത്തു വരുന്നു. ബോഡി കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഉള്ളിയും തക്കാളിയും വാട്ടാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടിക്കകത്ത് വീണും മരിച്ചു പോയതാണ്. അതാണ് മുതലാളിയും പോലീസ് ഡിപ്പാർട്ട്മെന്റും പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ശ്രീജ എന്ന് പറയുന്ന നൂൽപ്പുഴ പഞ്ചായത്തിലുണ്ടായിരുന്നു. ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ്. ITDP പ്രോജക്ട് ഓഫീസറാണ് ശ്രീജ എന്ന് പറയുന്നത്. മുൻ ITDP പ്രോജക്ട് ഓഫീസറുടെ ഭാര്യ ശ്രീജ എന്ന് പറയുന്ന മാഡം നൂൽപ്പുഴ പഞ്ചായത്തിലെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്നു. അവരെ പോലും അവിടെ ചെല്ലാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഒക്കെ സഹായത്തോടാണ് ആ മാഡത്തിനെ ഞങ്ങളാണ് ഊരിലേക്ക് കൊണ്ടുപോയതും. ഈ കേസിനകത്ത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഊരിലുള്ള ആളുകൾ പറഞ്ഞ മൊഴി രേഖപ്പെടുത്തി പരാതി കൊടുത്തപ്പോൾ ഇവർക്കെതിരെ നടപടി ഉണ്ടാകും, ഇവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന ഈ ആദിവാസി പയ്യൻ മരിച്ചിരിക്കുന്നത് ചട്ടിയിൽ വീണിട്ടാണ്. അതിനകത്ത് വേറൊരു തെളിവും ഇല്ല, അത് പറയരുത് എന്നുള്ളതാണ് അവിടെ വന്നത്. ഇവരുടെ വഴി വരെ അടിച്ചോ. ഈ ആദിവാസി കുടുംബങ്ങള് ഒരു 15ഓളം കുടുംബങ്ങൾ നടന്നു പോകുന്ന ഈ ചെട്ടിമാരുടെ വീടിന്റെ മുമ്പിൽ കൂടെ ആയിരുന്നു ആ റോഡ് അവരടിച്ചു ഈ പരാതി കൊടുത്തതിന്റെ പേരിൽ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ മാനസികമായിട്ട് സമ്മർദ്ദങ്ങളിലൂടെ അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റിയില്ല, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകേണ്ട ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇവിടെ ആദിവാസികൾക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ മറ്റാർക്കും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ കണ്ടുവരുന്നത്. അപ്പൊ ഇതില് ഞാനിപ്പോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിലേക്ക് ഇനി കടക്കുന്നില്ല. സമയം 7:40 ആർക്കെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള അവസരം കൂടി കൊടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു 25 മിനിറ്റോ അല്ലെങ്കിൽ ഒരു
ഒരു മണിക്കൂർ അരമണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന ഒരു കാര്യമല്ല ഈ കൊടുക മരണങ്ങളും അന്യ സംസ്ഥാന ആദിവാസി തൊഴിലാളികൾ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ സാധിച്ചത്. എന്നെ കേട്ട നിങ്ങൾ ഏവർക്കും ഹൃദയംഗമായ നന്ദി, പിന്നെ എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ബാക്കി ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ജയ് ഭീം. നന്ദി അമ്മിണി കെ വയനാട്. വളരെ കടുത്ത ഭരണകൂട അനാസ്ഥയുടെ വലിയൊരു നേർചിത്രമാണ് വളരെ ചുരുങ്ങിയ